ഒരു കാര്യം പറയട്ടെ. കാര്യം? എനിക്ക് സുശീലനെ ഒരുപാട് ഇഷ്ടാ. ഐ ലവ് യു. പുള്ളിപ്പോയേ നിങ്ങൾ അറിഞ്ഞാന്നേ, ഒരു പെണ്ണിന്റെ അടുത്ത് ആദ്യമായിട്ട് പറയണ്, എന്റെ മുഖത്തൊക്കെ പറയണ് ഐ ലവ് യു എന്ന്. എന്റെ അമ്മച്ചിയും എന്താ സാറേ പ്രശ്നം? എടി വാടി വാടി. ദേ അങ്ങോട്ട് നോക്കിയേ, ദേ സിയെ പണി തുടങ്ങി. നിന്റെ കട കാരണം കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾക്കൊന്നും ജീവിക്കാൻ വയ്യല്ലടാ. ഇനി ഞാൻ ഇതുവഴി വരുമ്പോ ഏതെങ്കിലും ഊളകൾ ഇവിടെ ഇരിക്കുന്ന കണ്ടാൽ നിന്നെ തൂക്കിയെടുത്ത് അകത്തോടെ ഈ സാധനങ്ങളെല്ലാം കൂടെ അവർ വിളയിക്കളയും. നേരത്തെ പരാതി കൊടുക്കേണ്ടായിരുന്നു. ആരടാ ഇത്? സാറേ, ഇവനാ ഇവിടത്തെ ഏറ്റവും വലിയ കുഴപ്പക്കാരൻ. എന്താ ഇവിടെ ഇരിക്കുന്നത്? ഏത് ടെമ്പോടാ? നിന്റെ തത്തമ്മ എല്ലാം കൂടെ ഞാൻ ചവിട്ടി പൊട്ടിക്കും. എല്ലാ ഞരമ്പന്മാർക്കും കണക്കിന് കിട്ടിയിട്ടുണ്ട്. ഇനി മേലെ ചേക്കട രൂപ കണ്ടുപോയത് കേട്ടടാ. വീട്ടിൽ പോടാ, വീട്ടിൽ പോടാ. പോടാ. സാറേ ഒരു ലിഫ്റ്റ് തരുമോ? പോടാ, വീട്ടിൽ പോടാ. പറഞ്ഞല്ലോ, ഓർമ്മ വേണം കേട്ടല്ലോ. ഒറ്റ ഒരുത്തനെ ഇതിന്റെ മുമ്പ് കണ്ടുപോകരുത്. എടി ഇതേ അയാൾ ഇങ്ങോട്ട് വരുന്നു. വാടി വാടി പോവാം. രതിയല്ല, അവളുടെ കുഞ്ഞമ്മയെ വരെ ഒതുക്കും. അതിനുള്ള വിദ്യ ഈ സി എ അനീഷിൻ്റെ അടുത്തുണ്ട്. എൻ്റെ അടുത്താണ് അവളുടെ കളി. നിങ്ങളവിടെ നിന്നാ മതി, ഞാൻ പോയി ഡീൽ ചെയ്തിട്ട് വരാം.
ക്ഷമിക്കണം സാർ. രതി, ഇനി ഒരുത്തന്മാരെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. എല്ലാത്തിനും ഇടിച്ചൊതുക്കിയിട്ടുണ്ട്. അത് ഞാൻ കണ്ടു സാർ. താങ്ക് യു. സാറോ? അനീഷ് എന്ന് വിളിച്ചാൽ മതി. കാക്കി ദേഹത്തുണ്ടെന്നുള്ളതേ ഉള്ളൂ. മനസ്സിലൊരു വെള്ളരിപ്രാവ പറക്കുന്നത്. ഈ വെള്ളരിപ്രാവില്ലേ, അതിനെനിക്ക് വലിയ ഇഷ്ടമാണ്. രതിക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം. ഞാൻ എപ്പോഴും ലൈനിലുണ്ടാവും. സ്ത്രീ സുരക്ഷ എൻ്റെ കടമ, അതാണ് എൻ്റെ മുദ്രാവാക്യം. അടുത്ത ആഴ്ച ബർത്ത്ഡേ ആണല്ലേ? സാർ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിയും. എൻ്റെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. പോട്ടെ. ഓ, വെളുക്കാൻ തേച്ചത് പാണ്ടായി. ഇനി ഇതിനെ കൂടെ സഹിക്കണമല്ലോ. ഹൃദയത്തുടിപ്പിൽ നീ ജീവനായി, ആത്മാവിൽ പൂത്തൊരു പുഷ്പമായി. ഹൃദയത്തുടിപ്പിൽ നീ ജീവനായി, ആത്മാവിൽ പൂത്തൊരു പുഷ്പമായി. ചിന്തകൾ പലതും നെയ്തു കൂട്ടി ആ ചിന്തകൾ ചിതറി ധാരയായി. ചിന്തകൾ പലതും നെയ്തു കൂട്ടി ആ ചിന്തകൾ ചിതറി ധാരയായി. രതി സുഖസാരമായി ദേവി നിന്നെ വാർത്തോരാതെ. കലാകാരൻ പ്രിയ നിൻ ദേവി നിന്നെ വാർത്തോരാ ദൈവം. കലാകാരൻ നിന്റെ ലൈൻ്റെ കാര്യം എന്തായി? ഇങ്ങനെ വിജയൻ ചേട്ടന്റെ കടയിലെ മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ കുത്തിയിരിക്കുന്ന എന്തിനാ? സഞ്ചാര സ്വാതന്ത്ര്യമുള്ള നാടാണിത്. ഞങ്ങൾ ഇഷ്ടമുള്ളിടത്ത് ചെന്നിരിക്കും. നിങ്ങൾ ആര് ചോദിക്കാൻ? ഇനിയും വന്നിരുന്ന് ശല്യപ്പെടുത്തലാണ് ഉദ്ദേശമെങ്കിൽ നിയമപരമായിട്ട് എനിക്ക് നേരിടേണ്ടി വരും. നീ എന്തേയോടി? ദേ എടി പൊടിന്ന് വിളിച്ചാണ്ടല്ലോ. വിളിച്ച നീ എന്തിനേയോടി? നിനക്കത്തിരി സൗന്ദര്യം കൂടി പോയിട്ട് അഹങ്കാരാണോ അല്ലടി? അമ്മ നല്ല ചങ്കുറപ്പുള്ള പെണ്ണുങ്ങളുടെ കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും. മാറടാ. നാശം. ചേച്ചി, വിജയൻ ചേട്ടൻ എങ്ങോട്ട് പോയി ചേച്ചി? വിജയേട്ടൻ അപ്പുറത്തെ വീട്ടിൽ രവിയുമായിട്ട് സിറ്റി പോയിരിക്കുന്നു.
ഡേയ്, നമ്മൾ ഈ നാട്ടിൽ ഇത്രയും ചുറുചുറുക്കുള്ള ആളുകൾ ഉണ്ടായിട്ടും അവള് നമുക്ക് വിടാത്തതിന്റെ കാര്യം എന്തെന്നറിയാമോ? അതെന്തളിയാ? അവൾക്ക് വേറെ സെറ്റപ്പ് ഉണ്ട്. സെറ്റപ്പ് മാത്രമല്ല അളിയാ, രാത്രി വേറെ ആരൊക്കെ വന്നിട്ട് പോകുന്നുണ്ട്. അവളെ കള്ളക്കാമുകൻ ആരായാലും നമുക്ക് അവനെ പൊക്കിയിരിക്കണം. എന്താ ചേച്ചി ഇന്ന് രാത്രി തന്നെ വരണമെന്ന് പറഞ്ഞത്? ദേ ഇവിടെ ഒറ്റ ഒരുത്തി കാരണം ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. ഞാൻ എന്ത് ചെയ്തു ചേച്ചി? നീ പറഞ്ഞോണ്ടല്ലേ ആ സുശീലിനെ ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. നീ പറഞ്ഞത് കൊണ്ടല്ലേ ആ സിയയ്ക്ക് ഞാൻ പരാതി കൊടുത്തത്. ഇപ്പൊ അവനെ കൊണ്ടാണ് ഏറ്റവും വലിയ ശല്യം. ചേച്ചി അതിപ്പോ എന്താ ഉണ്ടായേ? എടി ഇന്നെന്റെ ബർത്ത്ഡേ ആണെന്ന് അവരോട് ഞാൻ കള്ളം പറഞ്ഞു പോയി. മിക്കവാറും ഇന്ന് എന്തായാലും അവർ വരും. എനിക്കൊരു കൂട്ടിന് വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചത്. ചേച്ചി ധൈര്യമായിട്ട് വന്നേ, വാ. രതിക്ക് ഞാനിന്ന് ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്യും, അവളെ കാര്യമായിട്ട് കാണുകയും ചെയ്യുന്നു. വരണ്ടെന്ന് കരുതിയതാ. കുടുംബത്തിലെ ഒരേ ഒരു പെൺതരിയ രീതി. കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി വന്നതാ. ചിഞ്ചോം വരുന്നവൻ ആരായാലും അടിച്ചു മലർത്തിയിരിക്കണം. അവളെ കള്ളക്കാമുകനെ നമുക്കിന്ന് പൊക്കണം. അവളെ നാറ്റിക്കണം. ഇന്നത്തോടും കൂടി അവളെ അഹങ്കാരം നിർത്തണം. ഫസ്റ്റ് അടി ഞാൻ അടിക്കും. മരത്തിൽ കെട്ടിവെച്ച് തച്ചിനിരുന്ന് അടിക്കും. അവൾ ഇന്നത്തോടുകൂടി മനസ്സിലാക്കണം, ഈ നാട്ടിലെ നല്ല ചെറുപ്പക്കാരായ ആമ്പിളരുണ്ടെന്ന്. കിഴങ്ങനായിപ്പോയില്ല, ഇറങ്ങി വാ സമയത്തിന്. ഇത് എന്റെ അടുത്ത് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞാൽ ശരി തന്നെ. ബർത്ത്ഡേ എന്നാണ്, ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ വന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഇഷ്ടപ്പെടൂടെ തന്നെ. കാരണം ഇങ്ങനെ ഒരു പെണ്ണിനെ പ്രേമിക്കാൻ നടന്ന പേടിച്ച് ഐഡിയ ഒക്കെ ഉണ്ട്. വാ, ഞാൻ പറഞ്ഞു തരാം. നിന്റെ ഐഡിയ കേക്കോ? ഓ പിന്നെ എന്നാ ഇവരുടെ പുറകെ കൂടെ തന്നെ പോവാ. 12 മണി വരെ ഇവിടെ ഇരിക്കാം. 12 മണിക്ക് രതിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു, കാര്യം സാധിക്കുന്നു. ഇതാണ് രതിമോളുടെ വീട്. നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം. വരുന്നവരാരായാലും കൈയും കാലിൽ തല്ലി ഓടിച്ചേക്കണം. വാ വാ, ഇങ്ങോട്ട് മാറി ഒതുങ്ങിയിരിക്കുക. അവൻ ഏത് വഴി വന്നാലും വളഞ്ഞു പിടിച്ചിട്ട് അടിക്കണം. ഇവിടെ ഇരിക്കാം. എത്ര രാത്രിയായാലും അവളെ കള്ളക്കാമുകം വരാതിരിക്കും. അമ്മണിക്കുട്ടാ സൂക്ഷിച്ചിരി, പാമ്പൊക്കെ ഉള്ളതാണ്. നേരത്തെ പാമ്പ് കടിച്ചത് അറിയാലോ, സൂക്ഷിച്ചിരി. അതെ, നിന്റെ ഐഡിയ ആദ്യം പറ, എന്നിട്ട് മുമ്പോട്ട് പോവാം. ചേട്ടൻ ചാക്കിലോട്ടൊന്ന് കേറ്. എന്നെ കൊല്ലിക്കാനാ? ഇല്ല, പിന്നെ ചേട്ടൻ ചാക്കിലൊന്ന് കേറുന്നു. ഞാൻ ഈ ഗിഫ്റ്റുമായി ചേട്ടനെ ഈ ചാക്കിൽ വെച്ച് കെട്ടുന്നു. മൂടിക്കെട്ട്. മൂടിക്കെട്ട്. നേരെ ചേട്ടനെ ഇങ്ങനെ എടുത്ത് ചേച്ചിയുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൊണ്ട് വയ്ക്കുന്നു. മുമ്പില് ചേച്ചി രാവിലെ എണീറ്റ് വരുമ്പോ പെട്ടെന്നൊരു ചാക്ക് എടുക്കുന്നു. അതൊക്കെ ചേച്ചി അയച്ചു നോക്കുന്നു. ചേട്ടൻ ഇങ്ങനെ ഗിഫ്റ്റുമായി ഇങ്ങനെ കൊണ്ട് പൊങ്ങി വരുന്നു. ഞാൻ ഗിഫ്റ്റോട് ഇങ്ങനെ പൊങ്ങി വരും. കാണുന്ന ചേച്ചിക്ക് പെട്ടെന്ന് ആഹ്ലാദവും സന്തോഷവും പ്രതീക്ഷ കണ്ടോ. ഞാൻ ഹാപ്പി ബർത്ത്ഡേ ടു എന്ന് പറയും. അണ്ണന്റെ ആ വരവോടും കൂടി അണ്ണനും രതിയുമായിട്ടൊന്ന് കെട്ടി പിടിക്കുന്നു. പിന്നെ ഒന്ന് പറയണ്ട ചേട്ടാ, ചേട്ടൻ പൊളിച്ചു. ചാക്കിക്കണം. ശ്വാസം മുട്ടുന്നല്ലേ? ഇല്ല, സൂക്ഷിച്ചെന്നെ കൊണ്ട് ഇറങ്ങണേ. അവിടെ തട്ടാതെ മുട്ടാതെ കൊണ്ടുപോകണേ. നോക്കിയാ പതുക്കെ സൂക്ഷിച്ചെടുക്കണേ. പെട്ടെന്ന് നടന്നു പോ. അതാര് വേറൊരുത്തൻ ചാക്കിൽ ഗിഫ്റ്റുമായിട്ട് പോണത്? നാളെ എന്റെ വക ചെലവാണ്. ധൈര്യമായിട്ടിരി. എന്തോ ശബ്ദം കേൾക്കുന്നു. നോക്കട്ടെ.
ആരുടെ അത്? ഭാഗവല്ലിയാടെ? ബാഹുവലിയൊന്നുമല്ല ആശാനെ, അതാരാണ്ട് കൊറിയർ കൊണ്ടുവന്ന. ഈ പാതിരാത്രിക്ക് കൊറിയർ കൊണ്ടുവരാൻ നിന്റെ അപ്പനാവേ. നോക്കി നോക്കി നോക്കി. അമ്മ എന്റെ നട്ടല്ലേ. അവിടെ കള്ളക്കാമുകം വന്നു. നീ സൂക്ഷിച്ച് നോക്കി പോണേ. അവ ഒരു ചാക്കു കൊണ്ട് അവിടെ വെച്ചേക്കും. അവന്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോവാം. അവൾ ആ ഗിഫ്റ്റ് കാണുന്നതിന് മുമ്പ് ഈ ഗിഫ്റ്റ് ഞാൻ അവൾക്ക് കൊടുക്കും. അങ്ങോട്ട് നോക്ക്, ഒരുത്തൻ ഗിഫ്റ്റ് കൊണ്ടുപോകണം നോക്ക്. ഇവക്ക് 2 കള്ളമാപ്പിളയുടെ. എൻ്റെ ഗിഫ്റ്റ് ഇവിടെ ഇരിക്കട്ടെ. ദൈവമേ, എന്തൊരു ഭാരം ഇത്. അവളെ ശല്യം ചെയ്യുന്ന ഏവനെ വേസ്റ്റ് കൊണ്ടിട്ട് അവളെ ബുദ്ധിമുട്ടിക്കാൻ വന്നിരിക്കുകയാണ്. നമുക്ക് ഇപ്പൊ ചോദിക്കണം. ഭയങ്കര വെയിറ്റ്. എന്തോന്ന് ഇത്, കല്ലാ ഇതിനകത്ത്. ആരാ അത്? ഓടി വരണ്ട. എന്റെ രതിമോളുടെ വീട്ടിൽ വേസ്റ്റ് കൊണ്ടിടാൻ നോക്കുന്നോ പട്ടി. അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ, ഇവർക്ക് കളരിയാണ് ഇഷ്ടം. വരണടാ, ചാടാ. തലയിൽ തോർത്ത് കെട്ടി തലയ്ക്ക് വെളിവില്ലാത്തവനെ മലർത്തിയടിയടാ. ഇവക്ക് 2 കള്ളമാപ്പിളമാരല്ല, 5-6 കള്ളമാപ്പിളമാരുണ്ട്. വാരി പറക്കിട്ട് അടിക്കണം. എന്നെ അടിച്ചാ നീ വിവരം അറിയാം. ദീപം പാണ്ഡെ ഗിഫ്റ്റ് കൊടുക്കാൻ അവന്റെ മണ്ട അടിച്ച് കീറടാ. നീയാണല്ല അവന്റെ കള്ളക്കാമുകൻ. നിന്നെ തപ്പി നടക്കായിരുന്നു. നീ ഉണ്ടായിരുന്നല്ലേ വേസ്റ്റ് കൊണ്ടിടാൻ? എന്നെ എടുത്ത് പൊക്കാതടാ. എടാ, ഞാൻ സ്ഥല CI ആടാ. നീ CI ആണെങ്കിൽ ഞാൻ കമ്മീഷണറാണ്. അയ്യോ, എന്നെ കറക്കല്ലേ. അയ്യോ അയ്യോ. എടാ, ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വന്നാണ്ടാ. ഗിഫ്റ്റ് ബോക്സിലാണ് വേസ്റ്റ് കൊണ്ടുവരണ പട്ടി. അയ്യോ, എന്നെ കറക്കല്ലേ. സംസാരിക്കണ ചാക്ക. മൂടിട അവനെ. ഇതിനകത്ത് രതിച്ചേച്ചിയുടെ വേറെ ഏതോ കള്ളക്കാമുകനാണെന്ന് സംസാരിക്കണ ചാക്ക. അവന്റെ അമ്മമ്മയുടെ ഒരു ഗിഫ്റ്റ്. ഇങ്ങോട്ട് വാടാ. ആരെങ്കിലും ഒന്ന് ഓടോ. ഈ തടിമാടിനെ പിടിച്ച് മാറ്റണോ. അയ്യോ, ശരിയല്ലേ ശരിയല്ലേ. സമയം കളയണ്ട, അവനെ ഞെരിച്ചമർത്തി കൊല്ല്. എനിക്ക് ശ്വാസം മുട്ടണേ. എന്തോന്നടാ ഇത്? വെട്ടിക്കടയുടെ മുകളിൽ ലുലു മാൾ കൊണ്ട് വെച്ചേക്കണം. ഒരു കമ്പിപ്പാരെടുത്തോണ്ട് കുത്തി മറിയടാ ഇവര്. എടാ തടിമാടാ, എന്റെ ഫ്രഞ്ച് കീസ് അടിക്കാതടാ. ഇങ്ങോട്ട് വാ. ഇവന്മാരക്കാര് നിർത്തിനടാ, നിർത്താടി. ഇതാ എന്റെ സുധീന്ദ്രേട്ടൻ. ആരൊക്കെയാടാ നിങ്ങള്? നിർത്ത് നിർത്ത്. നിന്നെ ഒന്നും ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അയ്യോ, ഇവരൊക്കെ ആരാ രതി? എന്താ ഈ രാത്രിയിൽ ഇവിടെ വിശേഷം? രതിച്ചേച്ചിയുടെ കാമുകനെ പോകാമെന്ന്. ഇതൊക്കെ ഇവിടുത്തെ നാട്ടുകാരേട്ടാ. ഇതെന്റെ അമ്മാവനാ. അവളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വന്നതാ. അമ്മാവൻ സഹായിക്കാൻ വന്ന സമയം കൊള്ളാം. ഒരു ആപത്തിലാണ് സഹായിക്കേണ്ട, അത് കഴിഞ്ഞിട്ടല്ല. ഇപ്പോഴാണ്ട മക്കളെ എവിടെ കാര്യത്തിൽ ഒരു ഒത്തീർപ്പായത്. ഞാൻ സ്ഥല CI രതിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വന്നതാ. പറ്റിപ്പോയി, ഇനി ഇത് ആവർത്തിക്കില്ല. സാറേ, ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ട സാർ തന്നെ ഇങ്ങനെ ചെയ്താ ഈ നാടിന്റെ ഗതി എന്താവും? ഈ രതിയുടെ കാമുകനെ പൊക്കാൻ തന്നെയാണോ നിങ്ങൾ വന്നത്?
ചേച്ചിയുടെ കള്ളക്കാമുവിനെ കൈയോടെ പൊക്കാനാ നമ്മളെ വന്നത്. സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങളെ നോക്കാൻ കഴിവില്ലാത്തവനാണ് മറ്റുള്ളവന്റെ വീട്ടിലെ ഭാര്യയുടെ കാമുവിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഈ ചാക്കിനകത്ത് എന്താ ചാക്കിടന്ന് അനങ്ങുന്നുണ്ടല്ലോ? തുറക്കടാ ചാക്ക്. പെട്ടെന്ന് അഴിയടാ, നല്ല വെയിറ്റ്. എടാ സുശീല, നീ ആരടാ നീ? ഹാപ്പി ബർത്ത്ഡേ ടു യു. രതി, എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും വിജയചേട്ടനല്ലേ വിളിക്കാൻ പറഞ്ഞിരുന്നു. വിജയചേട്ടനെ വിളിച്ചൂടായിരുന്നോ? വിജയണ്ണ, ഞാൻ വിളിച്ചു നോക്കാം. നമ്മളെ ചായക്കടയിലെ വിജയണ്ണ എന്തോ മരത്തിനുണ്ടായിരിക്കുന്നു. എല്ലാവർക്കും സുഖം തന്നെ. ഇതിന്റെ മോളിൽ സ്ഥിരം പരിപാടിയായിരുന്നല്ലേ അണ്ണാ? ഇറങ്ങി വാ. എടാ ദൈവം തന്നെ ഇടിക്കരുത്, എനിക്ക് അർഷസിന്റെ അസുഖം ഉള്ളതാണ്. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഇന്നത്തോടെ നിന്റെ മരം ചുറ്റുള്ള പ്രേമം ഞങ്ങളെ തീർത്തു തരാം. 5 മണിക്ക് കടയും പൂട്ടിയിട്ട് സ്ഥിരമായിട്ട് ഈ മാവിന്റെ മുകളിൽ വന്നിരിക്കുമല്ലേ? നിങ്ങളുടെ തനി നിറ ഇപ്പോഴല്ലേ പുറത്തായത്. ക്ഷമിക്കടാ മക്കളെ. വിജയൻ ചേട്ടാ, നിങ്ങളെ വിശ്വസിച്ച ഇവിടെ ഞാൻ സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ചിട്ട് പോയത്. പക്ഷെ നിങ്ങളിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. മോശമായി പോയേട്ടാ. സാറേ, സാറിന്റെ ഭാര്യയുടെ പേരാണ് അതാണ് എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ പുണ്യം. എന്നാലും നിന്റെ രതി എന്നുള്ള പേര് കാരണം ഇത്രയും വലിയ പൂവിലുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ശരിയാ ചേട്ടാ, എന്റെ രതി എന്നുള്ള പേര് ആരതി എന്നാക്കാം. നമുക്ക് ഗസറ്റിൽ കൊടുത്ത് മാറ്റിയാൽ മതിയല്ലോ. ഇത്രയും കാലം രതി എന്ന പേരിലല്ലേ നീ ഒരു പെൺകുട്ടിയായി ജീവിച്ചത്. ഇനിയുള്ള കാലത്തും അതങ്ങനെ തന്നെ മതി.